അവസാനിച്ചോ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന യുഗപ്പിറവി? 2026 ഫിഫ ലോകകപ്പിൽ പോർച്ചുഗലിൻ്റെ DR കോങ്കോയ്ക്കെതിരായ മത്സരം ഉണർത്തുന്നത് ഈ ചോദ്യമാണ്. 41 വയസ്സുണ്ടായിട്ടും ഫിറ്റ്നസിൻ്റെയും ഫിനിഷിങ്ങിൻ്റെയും അവസാന വാക്കായി പറഞ്ഞു കേട്ടിരുന്ന CR7 വിതയ്ക്കുന്നതും ബോക്സിൽ കുറ്റിയടിച്ചു നിൽക്കുന്നതുമാണ് കോങ്കോയ്ക്കെതിരായ മത്സരത്തിൽ ആരാധകർ കണ്ടത്. ഒന്നെങ്കിൽ ക്രിസ്ത്യാനോയുടെ എണ്ണ തീർന്നു, അതല്ലെങ്കിൽ സഹതാരങ്ങളുടെ കണക്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരു താരം പ്ലേയിങ് 11-ലില്ല. കോങ്കോയ്ക്കെതിരെ റൊണാൾഡോയെ കളിപ്പിച്ചതുകൊണ്ട് ടീമിന് യാതൊരു മെച്ചവും ഉണ്ടായില്ല എന്ന് ചുരുക്കം. ആരാധക പിന്തുണയ്ക്കായി മാത്രമായിരുന്നോ മത്സരത്തിൽ ക്രിസ്ത്യാനോയെ പോർച്ചുഗൽ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്തിയത്? ദി ലാസ്റ്റ് ഡാൻസ്, മെസ്സി, റൊണാൾഡോ, നെയ്മർ ത്രിമൂർത്തികളുടെ അവസാന ലോകകപ്പിനുള്ള വിശേഷണമാണത്. ഇവരിൽ ബ്രസീലിൻ്റെ നെയ്മർ ജൂനിയർ നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ്. മെസ്സിയാവട്ടെ അർജന്റീനയുടെ ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ ചരിത്ര ഹാട്രിക് നേടി. സ്വാഭാവികമായും മെസ്സിയുടെ ഹാട്രിക്കിന് മണിക്കൂറുകൾക്കുള്ളിൽ ക്രിസ്ത്യാനോ മൈതാനത്തിറങ്ങിയപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചത് റോണോ ഗോളടിച്ചു കൂട്ടി മെസ്സിക്ക് ഞാൻ ആരാണെന്ന് കാട്ടിക്കൊടുക്കുമെന്നാണ്. അയാളുടെ കരിയറിലുടനീളം സ്വന്തം പ്രതിഭയെ അരക്കെട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമം കാണാനാവും. അതിനാൽ ഫുട്ബോൾ ലോകത്തിൻ്റെ ഒന്നാകെ കണ്ണുകൾ പോർച്ചുഗൽ DR കോങ്കോ മത്സരത്തിലേക്ക് നീണ്ടു. സ്റ്റാർട്ടിംഗ് 11-ൽ CR7 പേര് കണ്ടതും ആവേശം ഇരട്ടിച്ചു. എന്നാൽ കോങ്കോയുടെ ഒരു ഹെഡർ ഗോളിൽ പോർച്ചുഗൽ സമനില വഴങ്ങിയപ്പോൾ ക്രിസ്ത്യാനോ ചിത്രത്തിലേ ഇല്ലായിരുന്നു. മുഴുവൻ സമയവും ബോക്സിനടുത്ത് നിഷ്ക്രിയനായി തമ്പടിച്ചിരുന്നു റൊണാൾഡോ. മത്സരത്തിൽ ക്രിസ്ത്യാനോ ആകെ പന്ത് തൊട്ടത് 25 തവണ മാത്രം. ശ്രമിച്ച 2 ഷോട്ടുകളും ദുരന്തമായി അവസാനിച്ചു. സ്ട്രൈക്കർ റൊണാൾഡോയ്ക്ക് ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഉണ്ടായിരുന്നില്ല. തുടർച്ചയായി 10 മേജർ ടൂർണമെന്റ് കളികളിൽ സ്കോർ ചെയ്യാനായില്ല എന്ന നാണക്കേട് മത്സരത്തിന്റെ അവസാനത്തോടെ റോണോയെ തേടിയെത്തി. നമുക്കറിയാം, നാം സമ്മതിക്കും, ക്രിസ്ത്യാനോ മെസ്സിയെ പോലൊരു ഓൾറൗണ്ട് പ്ലെയറല്ല, സ്ട്രൈക്കറാണ്. കോങ്കോയുടെ പാതിയിൽ തമ്പടിച്ചിട്ടും കോങ്കോ ഡിഫൻഡർമാരെ കബളിപ്പിക്കാൻ യാതൊരു തന്ത്രവും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. വിറ്റീഞ്ഞോയും ബ്രൂണോയും നെവസുമുള്ള പോർച്ചുഗീസ് മധ്യനിരയ്ക്ക് റോണോയുടെ സഹായം വേണ്ടായിരിക്കാം. എന്നാൽ ഈ പുകൾപ്പറ്റ മധ്യനിര റൊണാൾഡോയിലേക്ക് നീട്ടിയൊരു പാസിനോ ക്രോസിനോ ശ്രമിച്ചിരുന്നില്ല എന്നത് മത്സരം കണ്ടവർക്ക് ബോധ്യമാകും. 2 സംശയങ്ങൾ ഇതോടെ ഉയർന്നു കഴിഞ്ഞു. ഒന്ന്, ക്യാപ്റ്റനും ടീമിലെ ഏറ്റവും സീനിയർ താരവുമായ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിൻ്റെ ഗെയിം പ്ലാനിൽ ഇല്ലേ? സ്വന്തം സഹതാരങ്ങളിൽ നിന്ന് അപമാനം ഏറ്റുവാങ്ങുകയായിരുന്നു CR7 എന്ന ഇതിഹാസം. സംശയമുണർത്തുന്ന മറ്റൊന്ന് ക്രിസ്ത്യാനോയുടെ ഫിറ്റ്നസ്സാണ്. 41-ാം വയസ്സിലും 6 പാക്ക് സൂക്ഷിക്കുന്നത് മാത്രം പോരാ ഫുട്ബോൾ എന്ന ഗെയിമിൽ. 90 മിനിറ്റും ഓടിക്കളിക്കാനുള്ള ശാരീരിക ക്ഷമതയും മെൻറ്റാലിറ്റിയുമാണ് പ്രധാനം. മത്സരത്തിൽ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാതിരുന്ന, ഒന്ന് ആത്മാർത്ഥമായി ഓടുക പോലും ചെയ്യാതിരുന്ന ക്രിസ്ത്യാനോയെ കോങ്കോയ്ക്കെതിരെ റോബർട്ടോ മാർട്ടിനസ് മുഴുവൻ സമയവും കളിപ്പിച്ചു. എന്തിനായിരുന്നു ഈ സാഹസം എന്ന ചോദ്യവും സ്വാഭാവികമായും ഉയരുന്നു. ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 6ാം ലോകകപ്പാണ്. എക്കാലത്തെ മികച്ച താരമെന്ന് നിസ്സംശയം പറയാവുന്ന സാക്ഷാൽ മെസ്സിയോട് അതേ കാലത്ത് ഏറ്റുമുട്ടി നിന്ന ഒരൊറ്റ താരമേ ഫുട്ബോൾ ചരിത്രത്തിലുള്ളൂ. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഫിഫ ലോകകപ്പ് കിരീടമൊഴികെ എല്ലാ പ്രധാന നേട്ടങ്ങളും ക്രിസ്ത്യാനോ സ്വന്തമാക്കി. യൂറോ, 5 ബാലൺ ഡിയോർ, രാജ്യാന്തര ഫുട്ബോളിലെ ടോപ്പ് ഗോൾ സ്കോറർ പദവി, എണ്ണിയാലൊടുങ്ങാത്ത ക്ലബ് കിരീടങ്ങൾ എല്ലാം ക്രിസ്ത്യാനോ ഷോക്കേസിലെത്തിച്ചു. ആ ക്രിസ്ത്യാനോയുടെ പ്രതിഭയിൽ ആർക്കും സംശയം തോന്നേണ്ടതില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഒന്നെങ്കിൽ ക്രിസ്ത്യാനോയുടെ ഫുട്ബോൾ ഊർജ്ജം തീർന്നു, അതല്ലെങ്കിൽ ക്രിസ്ത്യാനോ ടീമിൻ്റെ ഗെയിം പ്ലാനിലില്ല. പോർച്ചുഗലിൻ്റെ എക്കാലത്തെയും മികച്ച താരത്തെ പരിശീലകനും സഹതാരങ്ങളും ചേർന്ന് അപമാനിക്കുകയായിരുന്നു.